ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു നാടൻ മീൻ മുളകിട്ടതാണ് കേട്ടോ ഇവിടെ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു മീൻ മുളകിട്ടത് ഞാനിന്ന് ഇവിടെ ചെയ്യണത് മുള്ളൻ മീൻ വെച്ചിട്ടാണ്. നമുക്കിഷ്ടമുള്ള മീൻ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു മീൻ മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും, ഒരു പച്ചമുളകും, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സവാളയുടെ പകരം നമുക്ക് ചെറിയുള്ളിയും എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതില്ലാത്ത കാരണമാണ് സവാള എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 1/2 കിലോ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മുള്ളനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാളംപുളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കുടംപുളി ഇടാനാണ് താല്പര്യമെങ്കിൽ കുടംപുളി എടുത്താൽ മതി. ഇവിടെ അത്ര കുടംപുളി യൂസ് ചെയ്യണത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഈ ഒരു വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ഉടനെ തന്നെ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോണ വരയ്ക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. സവാള അപ്പം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും ഒട്ടും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. ഈ കാശ്മീരി ചില്ലി പൗഡർ ഒന്നല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടികളുടെ കൂടെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ ഒരു തക്കാളി വേവുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു പച്ചമണം കൂടി പോയി കിട്ടും. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പുളിക്ക് പകരം നമ്മൾ കുടംപുളിയാണ് എടുക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് വേണം ഈ ഒരു തക്കാളിയും സവാളൊക്കെ വഴറ്റിയതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര കറിയാണോ വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെയും ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് ചെറിയ മീനായ കാരണമാണ് കേട്ടോ ഞാൻ തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നത്. വലിയ മീനൊക്കെ ആണെങ്കിൽ ഇതോട് കൂടിയിട്ട് തന്നെയാണ് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാറ്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ തവിട്ടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ ഈ ഒരു കറിയുടെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ട് എടുക്കാം.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു തവിയൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീനൊക്കെ പൊടിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്